ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 6ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രമാണ്. ഭാഗം 2 പാഠപുസ്തകം. 6ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രമാണ്. നമ്മുടെ പാഠത്തിൻ്റെ പേര് മാറ്റങ്ങളുടെ ലോകം. ചാപ്റ്റർ 7 മാറ്റങ്ങളുടെ ലോകം. അതിൽ 2ാമത്തെ ക്ലാസ്സാണ് നമ്മുടെ ഇത്. നമ്മൾ ഇതേ ചാപ്റ്ററിൻ്റെ ഒരു ക്ലാസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. ഇത് അതേ ചാപ്റ്ററിൻ്റെ മാറ്റങ്ങളുടെ ലോകം എന്നതിൻ്റെ 2ാം ഭാഗമാണ് കേട്ടോ. 2ാമത്തെ ക്ലാസ്സാണ്. നമ്മൾ 3 ക്ലാസ്സുകളായിട്ടാണ് മുഴുവൻ പാഠവും ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. മാറ്റങ്ങളുടെ ലോകം നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെയാണോ നിർത്തിയത് അവിടെ നിന്നാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ തുടങ്ങുന്നത് കേട്ടോ. മാറ്റങ്ങളുടെ ലോകം നമ്മൾ അവിടെ നിർത്തിയത് രാസമാറ്റത്തിലാണ്. അപ്പം നോക്കാം. രാസമാറ്റം നിത്യജീവിതത്തിൽ. പ്രകൃതിയിൽ നിത്യേന ധാരാളം രാസമാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇതിൽ പലതും നാം നിത്യജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അത്തരം അനുഭവങ്ങൾ ചർച്ച ചെയ്താലോ? മാങ്ങ പഴുത്തു എന്നറിയുന്നത് എങ്ങനെയാണ്? മാങ്ങ പഴുക്കുമ്പോൾ സംഭവിക്കുന്നത് രാസമാറ്റമാണ്. പാലിനെ തൈരാക്കി മാറ്റുന്നത് എങ്ങനെയാണ്? പാല് തൈരാക്കുമ്പോഴും രാസമാറ്റം സംഭവിക്കുന്നു. നിത്യജീവിതത്തിൽ സംഭവിക്കുന്ന ചില രാസമാറ്റങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അവ ചർച്ച ചെയ്യൂ. അപ്പം നിത്യജീവിതത്തിൽ സംഭവിക്കുന്ന രാസമാറ്റങ്ങൾ ഏതൊക്കെ? ആഹാരം ദഹിക്കുന്നത്, ചെമ്പ് പാത്രങ്ങളിൽ ക്ലാവ് പിടിക്കുന്നത്, ഇരുമ്പ് തുരുമ്പിക്കുന്നത്, തൈര് പുളിക്കുന്നത്, പൂത്തിരി കത്തുന്നത്, ഇതെല്ലാം എന്താണ്? രാസമാറ്റങ്ങളാണ്. ആഹാരം വേവുന്നത്, മുറിച്ച ആപ്പിളിൻ്റെ നിറം മാറുന്നത്, മാലിന്യങ്ങൾ ജീർണിക്കുന്നത്, ഇത് എല്ലാം രാസമാറ്റങ്ങളാണ്. ഇവയിൽ നമുക്ക് ഉപകാരപ്രദമായ രാസമാറ്റങ്ങളും അല്ലാത്തവയും ഉണ്ടല്ലോ. അവ പട്ടികപ്പെടുത്തി ക്ലാസ്സിൽ അവതരിപ്പിക്കൂ. രാസമാറ്റങ്ങൾക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തി ശാസ്ത്ര പുസ്തകത്തിൽ എഴുതൂ. അപ്പോൾ ഇതിൽ നമുക്ക് നല്ലതും ചീത്തയും ഒന്ന് നോക്കാം. ഇതിൽ നമുക്ക് ഉപകാരപ്പെടുന്നത് ഏതൊക്കെയാണ്? ആഹാരം വേവുന്നത് അല്ലേ? പക്ഷേ മുറിച്ച ആപ്പിളിൻ്റെ നിറം മാറുന്നതൊന്നും നമുക്ക് നല്ലതല്ല. അത് അധികം വൈകാതെ കഴിക്കുകയാണ് ചെയ്യേണ്ടത്. ആഹാരം ദഹിക്കുന്നത് നല്ല രാസമാറ്റമാണ്, ഇത് നല്ലതല്ല. ഇരുമ്പ് തുരുമ്പിക്കുന്നത് നല്ലതല്ല. തൈര് പുളിക്കുന്നത് അല്ലേ, അതൊരു രാസമാറ്റം നല്ലതാണ്, നമ്മൾ ഉപയോഗിക്കുന്നതാണ്. പിന്നെ പൂത്തിരി കത്തുന്നതൊക്കെ നല്ല രാസമാറ്റം തന്നെയാണ്, നമ്മൾ ഉപയോഗപ്രദമല്ലേ. പിന്നെ അതുപോലെ തന്നെ മാലിന്യങ്ങൾ ജീർണിച്ച് മണ്ണിൽ ചേരുന്നത്, അതും നല്ലൊരു രാസമാറ്റം തന്നെയാണ് കേട്ടോ. നമുക്ക് ഉപകാരപ്രദമല്ലാത്ത രാസമാറ്റങ്ങൾ നിയന്ത്രിക്കാനാവുമോ? ഇരുമ്പ് തുരുമ്പി പിടിക്കുന്നത് തടയാൻ നാം എന്തെല്ലാമാണ് ചെയ്യേണ്ടത്? അപ്പോൾ ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നത് നല്ലൊരു രാസമാറ്റമല്ല. അങ്ങനെ അല്ലാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നാണ് ചോദ്യം. ചർച്ച ചെയ്യൂ. ഇരുമ്പ് ചീനച്ചട്ടി എണ്ണ പുരട്ടി വയ്ക്കുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? ഇതുപോലെ രാസമാറ്റം നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന മറ്റ് രീതികൾ കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കതിൽ കുറച്ച് നമുക്ക് എഴുതാനുണ്ട്. അതിനു മുമ്പ് തുരുമ്പ് എന്താണെന്ന് പറയാം. ഇരുമ്പ് വായുവിലെ ഈർപ്പവും ഓക്സിജനുമായി പ്രവർത്തിച്ചാണ് തുരുമ്പ് ഉണ്ടാകുന്നത്. എണ്ണ പുരട്ടിയോ പെയിന്റ് ചെയ്തോ ഇരുമ്പ് സാധനങ്ങൾ തുരുമ്പ് പിടിക്കുന്നത് നിയന്ത്രിക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇരുമ്പിന് വായുവുമായുള്ള സമ്പർക്കം ഒഴിവാകുന്നു. അപ്പോൾ എന്തൊക്കെ ചെയ്യാമെന്നാണ് പറയുന്നത്? എണ്ണ പുരട്ടാം, പെയിന്റ് ചെയ്യാം. അങ്ങനെ ഇരുമ്പ് സാധനങ്ങൾ തുരുമ്പ് പിടിക്കുന്നത് തടയാം. ആഹാര പദാർത്ഥങ്ങൾ കേടുവരുന്നത് ബാക്ടീരിയകളുടെ പ്രവർത്തനം കൊണ്ടുണ്ടാകുന്ന രാസമാറ്റം മൂലമാണ്. കണ്ടല്ലോ, ബാക്ടീരിയയുടെ പ്രവർത്തനം മൂലമുള്ള രാസമാറ്റം കൊണ്ടാണ് ആഹാര പദാർത്ഥങ്ങൾ കേടുവരുന്നത്. ഇത് തടയാൻ വീട്ടിൽ എന്തെല്ലാം ചെയ്യാറുണ്ട്? ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നു, ഉപ്പിലിടുന്നു, ഉണക്കുന്നു, തിളപ്പിക്കുന്നു, പഞ്ചസാര ലായനിയിൽ സൂക്ഷിക്കുന്നു. ഇതെല്ലാം നമുക്ക് ചെയ്യാൻ കഴിയും. ഇനി നിരീക്ഷിക്കാൻ കണ്ടെത്താം. വീട്ടിൽ ലഭിക്കുന്ന ചില പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് ചില പരീക്ഷണങ്ങൾ ചെയ്തു നോക്കാം. ശാസ്ത്ര കിറ്റിൽ കരുതേണ്ട സാമഗ്രികൾ: വിനാഗിരി, മുട്ടത്തോട്, അപ്പക്കാരം, ഗ്ലാസ്, സ്പൂണ്, ഇത്രയും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഈ പരീക്ഷണം ചെയ്യണം. മുട്ടത്തോട് പൊടിച്ച് ചെറു കഷ്ണങ്ങളാക്കുക. ഇത് ഏതുതരം മാറ്റമാണ്? മുട്ടത്തോടിൻ്റെ ഏതാനും ചെറു കഷ്ണങ്ങൾ ഒരു ഗ്ലാസ്സിലിടുക. അതിൽ വിനാഗിരി ഒഴിച്ച മാറ്റങ്ങൾ നിരീക്ഷിക്കുക. ഇവിടെ നടക്കുന്ന മാറ്റം എന്താണെന്ന് ചർച്ച ചെയ്യൂ. അപ്പോൾ അത് നോക്കാം നമുക്ക്. മുട്ടത്തോടും വിനാഗിരിയും, മുട്ടത്തോട് പൊട്ടിക്കുന്നത് ഭൗതിക മാറ്റമാണ്. പക്ഷേ മുട്ടത്തോട് പൊടിച്ച് ചെറു കഷ്ണങ്ങൾ ഇതിൽ ഈ ആൻസർ മാത്രം അങ്ങോട്ട് എഴുതാൻ പറ്റില്ല. 2 ആൻസറായിട്ട് വേണം എഴുതാൻ. മുട്ടത്തോട് പൊട്ടിച്ച് ചെറു കഷ്ണങ്ങളാക്കുന്നത് ഭൗതിക മാറ്റമാണ്. കാരണം പദാർത്ഥത്തിന്റെ രാസഘടനയിൽ മാറ്റമൊന്നും വരുത്തുന്നില്ല. അടുത്തത്, മുട്ടത്തോടിലെ കാൽഷ്യം കാർബണേറ്റും വിനാഗിരിയിലെ അസറ്റിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഒരു രാസമാറ്റമാണ് സംഭവിക്കുന്നത്. അപ്പോൾ 2ാമത്തതിൻ്റെ ആൻസർ ഇതാണ് കേട്ടോ.
ഒരു ഗ്ലാസ്സിൽ അല്പം വിനാഗിരി എടുക്കുക, അതിൽ 1 സ്പൂൺ അപ്പക്കാരം ഇടുക. എന്ത് സംഭവിക്കും? ഏതുതരം മാറ്റമാണിത്? ഇവിടെ രാസമാറ്റമാണ് സംഭവിക്കുക. വിനാഗിരിയും അപ്പക്കാരവും, അപ്പക്കാരത്തിന്റെ സയന്റിഫിക് ആയിട്ടുള്ള നമ്മൾ വേറെ പേരാണ് സോഡിയം ബൈകാർബണേറ്റ്, കെമിക്കൽ നെയിമാണ് കേട്ടോ. കൂടിച്ചേരുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ഉണ്ടാകുന്നു. ഇതൊരു രാസമാറ്റമാണ്. അപ്പൊ വിനാഗിരിയും അപ്പക്കാരവും കൂടിച്ചേരുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. ഇതൊരു രാസമാറ്റമാണ്. ഇനി പൂത്തിരി കത്തുമ്പോൾ നമുക്ക് കാണുന്നത് എന്തൊക്കെയാണ്? ശബ്ദം, പ്രകാശം, താപം അല്ലെ? പൂത്തിരി കത്തുന്നത് ഒരു രാസമാറ്റമാണ്. പൂത്തിരി കത്തുമ്പോൾ പ്രകാശം, ശബ്ദം, താപം എന്നീ ഊർജ്ജ രൂപങ്ങൾ ഉണ്ടാകുന്നു. ശബ്ദവും വെളിച്ചവും താപവും ഊർജ്ജ രൂപങ്ങളാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. പൂത്തിരി കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജ മാറ്റത്തിന് കാരണം എന്താണ്? ആൻസർ നോക്കാം. പൂത്തിരിയിൽ രാസപദാർത്ഥങ്ങൾ ഉണ്ടല്ലോ, അതിൽ രാസോർജം അടങ്ങിയിരിക്കുന്നു. പൂത്തിരിയിലെ പദാർത്ഥങ്ങളിൽ മാത്രമല്ല, എല്ലാ പദാർത്ഥങ്ങളിലും രാസോർജം അടങ്ങിയിരിക്കുന്നു. പൂത്തിരി കത്തുമ്പോൾ അതിൽ അടങ്ങിയിട്ടുള്ള രാസോർജമാണ് ശബ്ദം, പ്രകാശം, താപം എന്നീ ഊർജ്ജ രൂപങ്ങളായി മാറിയത്. ഓക്കെ, അപ്പൊ ശബ്ദം, പ്രകാശം, താപം ഇത് രാസോർജമാണ് ഈ മൂന്നായിട്ടും മാറിയത് കേട്ടോ കത്തിക്കുമ്പോൾ. ഇനി പൂത്തിരി കത്തുമ്പോൾ സംഭവിക്കുന്ന ഊർജ്ജമാറ്റം എങ്ങനെയായിരിക്കും അത് നമുക്ക് നോക്കാം. രാസോർജമാണ് പൂത്തിരിയിൽ ഉള്ളത്. കത്തിച്ച് കഴിയുമ്പോൾ അത് താപോർജമായി, ശബ്ദോർജമായി, അതുപോലെ തന്നെ പ്രകാശോർജമായിട്ട് മാറുന്നു. കണ്ടോ? ഇനി അതേപോലെ തന്നെ നമുക്ക് രാസമാറ്റം ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ട്. പേപ്പർ കത്തുകയാണ്. പേപ്പർ കത്തുമ്പോൾ താപവും പ്രകാശവും ഉണ്ടാവും. ചൂട് പുറത്ത് വരുന്നു, ലൈറ്റിലെ പ്രകാശം ഉണ്ടാവും, പക്ഷെ ശബ്ദമൊന്നും കേൾക്കില്ലല്ലോ. അപ്പൊ ശബ്ദോർജം അവിടെ ഇല്ല, അതിൽ ടിക്ക് ചെയ്യണ്ട. കർപ്പൂരം കത്തുന്നു, അതിലും താപവും പ്രകാശവും ഉണ്ട്, ശബ്ദോർജം ഇല്ല. പടക്കം പൊട്ടുന്നു, താപവും പ്രകാശവും ഉണ്ട്, ശബ്ദവും ഉണ്ട്. പാചകവാതകം കത്തുന്നു, താപം, പ്രകാശമുണ്ട്, ശബ്ദമില്ല. ഇനി ഊർജ്ജമാറ്റം സസ്യങ്ങളിലും. ചിത്രം നിരീക്ഷിക്കൂ. സസ്യങ്ങളിൽ നടക്കുന്ന പ്രവർത്തനം എന്താണ്? പ്രകാശ സംശ്ലേഷണം. ഏതൊക്കെ പദാർത്ഥങ്ങളാണ് ഇവിടെ പ്രയോജനപ്പെടുത്തുന്നത്? ജലം, കാർബൺ ഡൈ ഓക്സൈഡ്, സൂര്യപ്രകാശം. പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ ഏത് ഊർജ്ജരൂപമാണ് ഉപയോഗിക്കുന്നത്? പ്രകാശോർജം. പ്രകാശ സംശ്ലേഷണത്തിലൂടെ സസ്യങ്ങൾ നിർമ്മിക്കുന്ന ആഹാരമാണ് എന്ത്? ഗ്ലൂക്കോസ്. അപ്പൊ പ്രകാശ സംശ്ലേഷണം കഴിഞ്ഞ് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നു. ഏത് രൂപത്തിൽ? ഗ്ലൂക്കോസ് രൂപത്തിൽ. അതിൽ രാസോർജം അടങ്ങിയിട്ടുണ്ട്. ഇനി എന്താണ് പ്രകാശ സംശ്ലേഷണം? സസ്യങ്ങൾ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ജലവും കാർബൺ ഡൈ ഓക്സൈഡും ഉപയോഗിച്ച് ഹരിതകത്തിന്റെ സഹായത്താൽ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് പ്രകാശ സംശ്ലേഷണം. അത് പഠിക്കുക. പ്രകാശ സംശ്ലേഷണത്തിലൂടെ സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുമ്പോൾ പ്രകാശോർജം രാസോർജമായി സംഭരിക്കുന്നു. അപ്പോൾ ആഹാരം നിർമ്മിക്കുമ്പോൾ പ്രകാശോർജം എന്തായി മാറുന്നു? രാസോർജമായി ചെടികളിൽ സംരക്ഷിക്കും. അത് നമുക്കറിയാം. സസ്യങ്ങളിൽ സംഭരിക്കുന്ന ഈ രാസോർജം ജീവികളിൽ എത്തുന്നുണ്ട്. അതെങ്ങനെയാണ് ജീവികളിൽ എത്തുക? സസ്യങ്ങൾ കഴിക്കുമല്ലോ. നമ്മളടക്കമുള്ള ആളുകളല്ല, ജീവികൾ. മനുഷ്യനെ ജീവിയായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് കഴിക്കുന്നുണ്ട്? ഇലക്കറികളെല്ലാം കഴിക്കാറില്ലേ? ചീരയും മുരിങ്ങയൊക്കെ. അപ്പൊ ഇതിലൂടെയൊക്കെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഈ പറയുന്ന രാസോർജം നമുക്ക് ലഭിക്കും. ഇനി മിന്നാമിനുകിന്റെ ഒരു അധിക വായനയുണ്ട്. രാത്രിയിൽ മിന്നാമിനുകൾ പ്രകാശിക്കുന്നത് കണ്ടിട്ടില്ലേ? അവയുടെ ശരീരത്തിലെ ചില രാസവസ്തുക്കളാണ് പ്രകാശം ഉൽപ്പാദിപ്പിക്കുന്നത്. മിന്നാമിനുങ്ങ് പ്രകാശിക്കുമ്പോൾ രാസോർജം പ്രകാശോർജമായി മാറുന്നു. മിന്നാമിനുങ്ങിന്റെ പ്രകാശം അപ്പോൾ ഉള്ളത് രാസോർജമാണ്, അത് എന്തായി മാറുന്നു? പ്രകാശോർജമായിട്ടാണ് മാറുന്നത്. ഇനി അടുത്തത് നെക്സ്റ്റ്. ഇനി ഊർജ്ജമാറ്റം നിത്യജീവിതത്തിലാണ്. ഊർജ്ജമാറ്റങ്ങൾ നിത്യജീവിതത്തിൽ വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താറുണ്ട്. മിക്സി പ്രവർത്തിക്കുന്നത് കണ്ടിട്ടില്ലേ? ഏത് ഊർജ്ജമാണ് മിക്സി പ്രവർത്തിപ്പിക്കാൻ ഉപയോഗിച്ചത്? മിക്സിയിൽ ഏതെങ്കിലും ഭാഗങ്ങൾ ചലിക്കുന്നുണ്ടോ? ഈ യന്ത്രഭാഗം ചലിക്കുന്നതിന് വേണ്ട ഊർജ്ജ രൂപം ഏതാണ്? എല്ലാത്തിനും വേണ്ടത് യാന്ത്രികോർജ്ജമാണ് കേട്ടോ. മിക്സിയിൽ യന്ത്രഭാഗം പ്രവർത്തിക്കുമ്പോൾ ശബ്ദം ഉണ്ടാവുന്നില്ലേ? ഊർജ്ജ രൂപങ്ങൾ കൂടാതെ ഇവിടെ മറ്റേതെങ്കിലും ഊർജ്ജ രൂപങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? മിക്സി ഓഫാക്കിയതിന് ശേഷം അതിൽ തൊട്ടു നോക്കൂ. ചെറിയ ചൂട് അനുഭവപ്പെടുന്നുണ്ടോ? ഉണ്ട് അല്ലേ? മിക്സി പ്രവർത്തിക്കുമ്പോൾ വൈദ്യുതോർജ്ജം വിവിധ ഊർജ്ജ രൂപങ്ങളായി മാറുന്നുവെന്ന് മനസ്സിലായല്ലോ. മിക്സിയിൽ നടക്കുന്ന ഊർജ്ജ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ വൈദ്യുതോർജ്ജമാണ് മിക്സിയിൽ ഉള്ളത്. അത് യാന്ത്രികോർജ്ജമായി, ശബ്ദോർജ്ജമായി, താപോർജ്ജമായി മാറുന്നു.
മിക്സി പ്രവർത്തിക്കുമ്പോൾ വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജവും ശബ്ദോർജ്ജവും താപോർജ്ജവുമായി മാറുന്നുവെന്ന് മനസ്സിലായല്ലോ. വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നമുക്കിവിടെ കുറച്ച് തന്നിട്ടുണ്ട്. വൈദ്യുതോർജ്ജം നമ്മൾ ഇസ്തിരിപ്പെട്ടി തന്ന അയൺ ബോക്സിൽ താപോർജ്ജമായി മാറും. ബാറ്ററി രാസോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു. അടുത്തത് സ്പീക്കർ വൈദ്യുതോർജ്ജം ശബ്ദോർജ്ജമായി മാറുന്നു. അതുപോലെ തന്നെ ഒരു ബാറ്ററി തന്നിട്ടുണ്ട്. രാസോർജ്ജം എന്തായിട്ട് മാറുന്നു? പ്രകാശോർജ്ജമായിട്ട് മാറുന്നു. ഓക്കെ, ഊർജ്ജമാറ്റങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി എഴുതൂ. ഇലക്ട്രിക് ഫാന് വൈദ്യുതോർജ്ജത്തെ യാന്ത്രികോർജ്ജമാക്കി മാറ്റുന്നു. സോളാർ പാനൽ സൗരോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു. ജനറേറ്റർ യാന്ത്രികോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു. ഇനി ഊർജ്ജമാറ്റവും ഊർജ്ജനഷ്ടവുമാണ്. ഊർജ്ജമാറ്റം സംഭവിക്കുമ്പോൾ കുറേയധികം ഊർജ്ജം നാം ഉപയോഗിക്കാതെ നഷ്ടപ്പെടുത്തുന്നില്ലേ? വൈദ്യുത ബൾബ് ഉപയോഗിക്കുന്നത് പ്രകാശം ലഭിക്കാനാണല്ലോ. എന്നാൽ ബൾബിൽ താപവും ഉണ്ടാകുന്നില്ലേ? ഇങ്ങനെ ഉണ്ടാകുന്ന താപം പ്രയോജനപ്പെടുത്തുന്നില്ലല്ലോ. വിവിധ കാലങ്ങളിൽ നാം ഉപയോഗിച്ച 3 തരം ബൾബുകളുടെ ചിത്രങ്ങളാണ് താഴെ നൽകിയിട്ടുള്ളത്. 3ൽ ലഭിക്കുന്ന പ്രകാശത്തിന്റെ അളവ് ഏറെക്കുറെ തുല്യമാണ്. ഫിലമെന്റ് ബൾബ് CFL LED ആണ് തന്നിരിക്കുന്നത്. ഫിലമെന്റ് ലാമ്പിൽ 60 വാട്ടാണ്. വൈദ്യുതോപയോഗം കൂടുതലാണ്, താപോർജ്ജവും വളരെ കൂടുതലാണ്. CFL 20 വാട്ടാണ്. വൈദ്യുതോപയോഗം കുറവാണ്, താപോർജ്ജവും കുറവാണ്. LED 9 വാട്ടാണ്. വൈദ്യുതോപയോഗം വളരെ കുറവാണ്, താപോർജ്ജവും വളരെ കുറവാണ്. അപ്പോൾ ഏതാണ് ഇതിൽ ഏറ്റവും നല്ലത്? LED ഉപയോഗിക്കുന്നതാണല്ലേ. നിങ്ങളുടെ വീട്ടിൽ ഇവയിൽ ഏതാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്? എന്തുകൊണ്ട്? ഓരോന്നിലും സംഭവിക്കുന്ന ഊർജ്ജമാറ്റങ്ങൾ വിശകലനം ചെയ്ത് കാരണം കണ്ടെത്തൂ. അത് നിങ്ങളുടെ വീട്ടിൽ ഏതാണ് ഉപയോഗിക്കുന്നത് നോക്കുക കേട്ടോ. ബൾബ് കത്തുമ്പോൾ പ്രകാശോർജ്ജത്തോടൊപ്പം ഉണ്ടാകുന്ന താപോർജ്ജം നമ്മൾ പ്രയോജനപ്പെടുത്തുന്നില്ലല്ലോ. ഉപയോഗിക്കാത്ത താപോർജ്ജം ഊർജ്ജനഷ്ടമല്ലേ? ആണല്ലേ, ഊർജ്ജനഷ്ടമാണ്. താപരൂപത്തിൽ ഊർജ്ജം നഷ്ടപ്പെടുകയാണ്. ഫിലമെന്റ് ബൾബിന്റെ ഉപയോഗം കുറയ്ക്കുകയും LED ബൾബിന്റെ ഉപയോഗം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതുകൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത്? വൈദ്യുതി ബോർഡ് LED ബൾബുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ കാരണം എന്തായിരിക്കും? നിങ്ങളുടെ വീട്ടിലും LED ബൾബുകൾ പ്രയോജനപ്പെടുത്തുമല്ലോ. പല സന്ദർഭങ്ങളിലും ഒരു ഊർജ്ജം ഒന്നിലധികം ഊർജ്ജമായി മാറുന്നുണ്ടല്ലോ. ഈ ഊർജ്ജ രൂപങ്ങളെല്ലാം നാം ഉപയോഗിക്കില്ല എന്ന് മനസ്സിലായില്ലേ? അതെ അല്ലേ, നമ്മൾ ഈ എല്ലാ ഊർജ്ജ രൂപങ്ങളും നാം ഉപയോഗിക്കുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് LED ലാമ്പുകൾ പ്രോത്സാഹിപ്പിക്കുന്നത്? LED ലാമ്പുകൾ ഊർജ്ജനഷ്ടം ഉണ്ടാക്കുന്നില്ല. താപരൂപത്തിലും ഊർജ്ജം അവിടെ നഷ്ടപ്പെടുന്നില്ല എന്ന് എഴുതുക കേട്ടോ. ഇനി നമുക്ക് നോക്കാം. സന്ദർഭം തന്നിട്ടുണ്ട്. ഉണ്ടാകുന്ന ഊർജ്ജരൂപങ്ങൾ, ഉപയോഗപ്പെടുത്തുന്ന ഊർജ്ജരൂപം, ഉപയോഗപ്പെടുത്താത്ത ഊർജ്ജരൂപം എഴുതണം. ആദ്യം ജല മോട്ടറാണ്. അതിൽ ഊർജ്ജരൂപങ്ങൾ യാന്ത്രികോർജ്ജം, താപോർജ്ജം, ശബ്ദോർജ്ജം. ഉപയോഗപ്പെടുത്തുന്ന ഊർജ്ജരൂപം യാന്ത്രികോർജ്ജമാണ്, പെടുത്താത്തത് താപോർജ്ജം, ശബ്ദോർജ്ജം. അടുത്തത് ഫാൻ പ്രവർത്തിക്കുന്നു. നമുക്ക് ഉണ്ടാകുന്ന ഊർജ്ജരൂപങ്ങൾ യാന്ത്രികോർജ്ജം, താപോർജ്ജം, ശബ്ദോർജ്ജം. ഉപയോഗപ്പെടുത്തുന്നത് യാന്ത്രികോർജ്ജം, ഉപയോഗപ്പെടുത്താത്തത്. അടുത്തതിൽ മിക്സിയിലും സെയിം തന്നെയാണ് വരിക. ഉണ്ടാകുന്നത് യാന്ത്രികോർജ്ജം, താപോർജ്ജം, ശബ്ദോർജ്ജം. ഉപയോഗപ്പെടുത്തുന്നത് യാന്ത്രികോർജ്ജം. ഒരു ജാ മതി കേട്ടോ എല്ലാത്തിലും. ഇത് മിസ്റ്റേക്കായിട്ട് കരുതരുത്. അത് ടൈപ്പ് ചെയ്യുമ്പോൾ 2ആയിട്ട് വന്നതാണ്. എല്ലാത്തിലും 1 മതി. ഇനി ഫാനിലാണെങ്കിലും താപവും ശബ്ദവും ഉപയോഗിക്കുന്നില്ല. മിക്സിയിലാണെങ്കിലും താപവും ശബ്ദവും ഉപയോഗിക്കുന്നില്ല. രാസമാറ്റം, ഭൗതികമാറ്റം, ഊർജ്ജമാറ്റം എന്നിവയെക്കുറിച്ചുള്ള അറിവ് ചുറ്റുപാടും നടക്കുന്ന മാറ്റങ്ങളെ മനസ്സിലാക്കാനും വിശദീകരിക്കാനും നമ്മെ സഹായിക്കുന്നു. നിത്യജീവിതത്തിൽ നാം പ്രയോജനപ്പെടുത്തുന്ന ഊർജ്ജമാറ്റങ്ങളിലെ ഊർജ്ജനഷ്ടം കുറച്ചുകൊണ്ടുള്ള ഉപകരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ മെച്ചപ്പെടുത്തുന്നു. ഇത് ഊർജ്ജ സംരക്ഷണത്തെ സഹായിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നും വാച്ച് ചെയ്യുക. ഇതിൻ്റെ ബാക്കി ക്ലാസ് നമ്മൾ അതായത് ഈ ചാപ്റ്ററിൻ്റെ ബാക്കി ക്ലാസ് അടുത്ത വീഡിയോയിലായിരിക്കും ഉണ്ടായിരിക്കുക. എല്ലാത്തിൻ്റെയും ലിങ്കുകളും നമ്മുടെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. ഡിസ്ക്രിപ്ഷൻ ബോക്സും ചെക്ക് ചെയ്ത് നോക്കുക. ക്ലാസ്സുകൾ തുടർന്നും വാച്ച് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.